ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സൂര്യൻ ജനലുടെ അഴയിക്കോട്ടെ നമ്മൾ എത്തി നോക്കിയിട്ടാട്ടോ നിൽക്കുന്നത്. എത്തി നോക്കുമ്പോൾ വിചാരിക്കും ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടാവുന്നു. വെറുതെ കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ പോയി മഴക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രാവിലെ അരിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അരിയൊക്കെ കഴുകിയെടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് നല്ല വെള്ളരി കേട്ടോ. കുറുവരി പോലത്തെ നല്ല വെള്ളരിയായിരുന്നു കേട്ടോ കിട്ടിയത്. അപ്പോൾ ഈ അരി അടപ്പത്തിടണം. പിന്നെ ഇന്ന് സ്കൂളിലേക്ക് പോകണില്ല കേട്ടോ പിള്ളേർ, വേറെ ഒന്നുമല്ല. ഇന്ന് കുത്തിവയ്പ്പിനൊക്കെ പോകണം മറ്റേ ഡിസ്പെൻസറിലേക്ക്. അപ്പോൾ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് കൂട്ടാൻ പഠിക്കാട്ടോ. അപ്പോൾ ഇന്ന് കൂട്ടാനത്തിന് കിട്ടിയിരിക്കുന്നത് നല്ല പിലോപ്പി മീനാട്ടോ കിട്ടിയിരുന്നത്. അപ്പോൾ അത് ഫ്രിഡ്ജിലാണ് ഇരിക്കണത്. അപ്പോൾ ആ നേരത്തെ വെള്ളം ഇല്ല കേട്ടോ. വെള്ളം തീരാറായില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കറണ്ടൊക്കെ പോയാൽ പിന്നെ വെള്ളം കിട്ടില്ലല്ലോ. അപ്പോൾ വേഗം വെള്ളം മോട്ടർ അടിച്ചിട്ടു. അങ്ങനെ മീനൊക്കെ വെള്ളത്തിലിട്ട് ഒന്ന് തണുവ് മാറി കഴിഞ്ഞപ്പോൾ ഞാൻ കത്തര കൊണ്ട് അതിൻ്റെ അരികു വെട്ടാനുണ്ട്. പക്ഷേ ഇത് വെട്ടുമ്പോഴേ ഭയങ്കര മുറുക്കുള്ള മുള്ളാണ് കേട്ടോ. അപ്പോൾ ഈ കത്തര കൊണ്ട് പറ്റണില്ല വെട്ടാനായിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു മുട്ടീമ വെച്ചിട്ട് അതിൻ്റെ മുള്ളൊക്കെ വെട്ടിയെടുത്തിട്ട് പിന്നെ നന്നാക്കാണ്ടോ ചെയ്തത്. കല്ലുമ്മക്കിട്ട് ഉരച്ചിട്ട് ക്ലീൻ ചെയ്തത്. പിന്നെ ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇനി ഇപ്പം മഴയൊക്കെ ആയി കാരണം പെട്ടെന്ന് അങ്ങനെ കറണ്ട് പോയാലോ എന്ന് വെച്ചിട്ട് വേഗം നാളേരൊക്കെ ചിരകണമായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് നാളേരൊക്കെ എടുത്ത് ചിരകണം. പിന്നെ ചിരകിയിട്ട് നമുക്ക് മീനിൻ്റെ അരപ്പ് കൂട്ടാട്ടോ. പിന്നെ പിള്ളേർക്ക് കുത്തിയപ്പം എന്ന് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ കുഞ്ഞു പിള്ളേർക്കായിരിക്കും. അല്ല കേട്ടോ, ഒരു 10 വയസ്സായ ആൾക്കും 15 വയസ്സിൻ്റെ കുത്തിയപ്പാണ് എടുക്കാൻ പോണത്. ഇപ്പോൾ 15 വയസ്സായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ +1 കാണട്ടെ. അപ്പോൾ അത് സ്കൂളിൽ കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആ ചെറുകാൻ നിന്ന നേരത്തെ കണ്ടോ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്ന് കണ്ടു തെറ്റിയപ്പോൾ പാൽ തിളച്ച് പോയി. അതിൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ തിളക്കില്ല, ഒന്നുമില്ല. ഒന്ന് നീങ്ങി കഴിഞ്ഞപ്പോൾ പോകും. അപ്പോഴേക്കും ചോറൊക്കെ വെന്തുണ്ട് ഊറ്റിയിടണം കേട്ടോ. അപ്പോൾ ഇത്തിരി നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ട് കേട്ടോ. വേഗം റെഡി ആയിക്കോ, വേഗം പോവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഉള്ളിലൊരു പേടിയുണ്ട് കേട്ടോ. അതായിട്ട് ഇഞ്ചക്ഷൻ അടിക്കാൻ പോകണമെന്നല്ല, നമുക്ക് എത്ര വലിയ ആൾക്കാരായാലും ഇഞ്ചക്ഷൻ അടിക്കുന്നതാണ് ഒരു പേടി ഉണ്ടാവും മനസ്സിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ മീൻ കൂട്ടാനുള്ള അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് അടുപ്പമേട്ട വെച്ചേക്കണത്. അങ്ങനെ ഇപ്പോൾ നല്ലോണം തീയത്തുണ്ട് കേട്ടോ. ഉണങ്ങിയ വിറകൊക്കെ ഉണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഉണങ്ങിയ വിറകൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൂട്ടാനൊക്കെ തിളച്ച് കൂട്ടാൻ കാച്ചാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ എരിഞ്ഞ് ചീഞ്ചട്ടിലിട്ടിട്ട് കാച്ചണം. അപ്പോൾ ഇത് വെളിച്ചെണ്ണൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മീൻ വറക്കാനുള്ളതും കൂടിയും വരഞ്ഞ് വെച്ച് മുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് കെട്ടി ചേർത്ത് കൂട്ടാൻ്റെ മീൻ വറക്കാനായിട്ടുള്ളത് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂട്ടാനും കൂടിയും കഴിച്ച് ഇനി അടുത്തത് മീൻ വറക്കാനാണ് കേട്ടോ. ഇന്ന് ചോറ് കൊണ്ടുപോകണ്ടിട്ട ചോറ് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ആ നേരത്തുണ്ടല്ലോ അതേ മഴക്കാരുണ്ടോ നോക്കി നിന്നപ്പോഴുണ്ടല്ലോ നല്ല മഴ പെയ്തുട്ടാ. അപ്പോൾ ഇത് നല്ല മഴക്കാർ വന്ന സമയത്ത് ഇതെടുത്തത്. അപ്പോൾ അതേ ഇവിടെ പൂച്ചയുണ്ട് കേട്ടോ. പൂച്ച വിശന്ന് തുടങ്ങി. മീനിൻ്റെ മണം അടിച്ചിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം കുളിച്ച് കഞ്ഞി കുടിച്ചിട്ട് ഇനിയിപ്പോൾ ഡിസ്പെൻസറിലേക്കും പോകണം കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഡിസ്പെൻസറിൽ എത്തിയിട്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് അതിൻ്റെ OP ടിക്കറ്റൊക്കെ എടുക്കാനുണ്ട്. പിന്നെ കുത്തിവയ്പ്പിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുത്തു. അതിൻ്റെ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എഴുതൽ കഴിഞ്ഞപ്പോൾ ഇനി വെയിറ്റ് നോക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് രണ്ടാളെയും കൊണ്ട് വെയിറ്റ് നോക്കാൻ പോയി. വെയിറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ കുത്തിവയ്പ്പാട്ടോ. അപ്പോൾ 2 പേരെ ഒരുമിച്ച് കയറ്റി. അവിടുത്തെ സിസ്റ്റർമാർ പറഞ്ഞു 2 ആളും ഒരുമിച്ച് കയറിക്കോ, ഒരാൾ കുത്തിയിട്ട് ഒരാൾ അങ്ങനെ നിൽക്കണ്ട, 2 ആളും കയറിക്കോളം പറഞ്ഞു. അപ്പോൾ ഈ നേരത്തെ ഞാൻ മൊബൈൽ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു വീഡിയോ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അപ്പോൾ വീഡിയോ നിർത്തി. പിന്നെ ഇപ്പോൾ കുത്തിവയ്പ്പ് കഴിഞ്ഞിട്ട് മോന്തിരിക്കുന്നുണ്ട് 2 ആൾ. അപ്പോൾ 2 ആൾക്കും കുത്തിവയ്പ്പ് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് അപ്പോൾ കുറച്ച് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പാരസെറ്റമോളും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എഴുതാനായിട്ട് നിന്ന സമയത്ത് അവിടുത്തെ സിസ്റ്റർമാർ ഒരാൾക്ക്, അതായത് 15 വയസ്സുകാരന് 10 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്തേക്കുന്നത് പിന്നീട് എനിക്ക് ഓർമ്മ വന്നു. നമ്മുടെ കൊറോണ സമയത്തായിരുന്നു കേട്ടോ 10 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ വേണ്ടി വന്നത്. ആ സമയത്തൊന്നും എടുത്തിട്ടില്ലല്ലോ, നമ്മൾ എടുക്കാനായിട്ട് പറ്റിയിട്ടുമില്ല. പിന്നെ ആലോചിച്ചിട്ടാണ് ഇപ്പോൾ എടുത്തത്. ഫസ്റ്റ് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈ അനക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ മരുന്ന് കട്ട വെച്ചിട്ട് വേദന കൂടുതലെടുക്കും.
അപ്പോൾ ഇതേ ഇങ്ങനെ കൈ ഇങ്ങനെ എക്സസൈസ് പോലെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുകയാണ്, കൈ അനക്കിക്കൊണ്ടിരുന്നോളോട്ട്, അല്ലെങ്കിൽ വേദന വയ്ക്കും, വൈകുന്നേരം ആകുമ്പോഴത്തെ വേദന വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇരുന്നപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു ഇനി പൊക്കോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിതിപ്പോൾ വണ്ടിയുമായിട്ടാണ് പോണത്. അപ്പോൾ ഈ സമയത്തും മഴ തിരിച്ചാറുണ്ടായിരുന്നു കേട്ടോ മഴ. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് മഴയൊന്നും കിട്ടിയില്ല. ഡിസ്പെൻസറിയിലേക്ക് ഇപ്പോൾ അടുത്താണ് കേട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ ഒക്കെ കുറച്ച് വഴിയുള്ളൂ, നടക്കാനുണ്ട്, എന്നാലും കുഴപ്പമില്ല, അടുത്ത് തന്നെ ഡിസ്പെൻസറി. അങ്ങനെ ഇപ്പം നമ്മളിതേ വീട്ടിലെത്തിയിട്ട് വേറൊരു പണിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വെള്ളിമോതിരം പണിയും, ഹസ്ബൻഡ് വെള്ളിമോതിരം പണിയാണ്. അപ്പം അത് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കല്ല് വെക്കണം. അപ്പോൾ കല്ല് വെക്കണമെങ്കിൽ തിരയണം. അപ്പോൾ ഇത് ആസിഡിനൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഇതെടുത്ത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വെടുപ്പാക്കിയിട്ട് ഇപ്പം തുണിയിൽ വിരിച്ചിട്ടാണ് കേട്ടോ വെള്ളം വലിയാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇനി അതിൽ നിന്ന് കല്ലുകളുടെ, അതായത് 1 കല്ലുണ്ട്, 2 കല്ല്, 3 കല്ല്, അങ്ങനെ കല്ലുകളുണ്ട്. അപ്പോൾ ഇത് തിരഞ്ഞ് വെക്കണം. തിരഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ എണ്ണം പറഞ്ഞു കൊടുത്താലാണ് കല്ലെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കല്ലെടുക്കാനായിട്ടാണ് തിരയാൻ നിൽക്കുന്നത്. അപ്പോൾ ഓരോന്ന് തിരഞ്ഞ് വെക്കുകയാണ് കേട്ടോ. 1 കല്ലിൻ്റെയും 2 കല്ലിൻ്റെയും പിന്നെ 3 കല്ലുണ്ട്, പിന്നെ കല്ല് വെക്കാത്ത ടൈപ്പുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം തിരയാൻ നിന്നാൽ കുറച്ച് പണിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ തിരയുമ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടി സഹായിക്കാൻ വന്നിട്ടാ, താഴെയുള്ള മോനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഓരോന്ന് അപ്പോൾ ചില നേരത്തെ ഓരോന്ന് എടുക്കുമ്പോൾ നല്ല ഡിസൈൻ കാണുമ്പോൾ ഒന്ന് നോക്കൂട്ടാ. അങ്ങനെ ഇതിപ്പോൾ അത് തിരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, ഒരുവിധം തിരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ എണ്ണ എടുക്കണം. എണ്ണ എടുത്ത് വിളിച്ച് പറയണം, കല്ലിൻ്റെ എണ്ണ എടുത്ത് വെക്കാനുള്ള കല്ലിൻ്റെ. അപ്പോൾ ഇത് പല പല കളറുകളായിട്ടുള്ള കല്ലോട്ട് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടണേ. ഓക്കെ, ബൈ ബൈ.